ധാരാളമായി ഖുർആൻ ഓതുക. ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സമയത്തിൽ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ അവൻ ഖുർആൻ ധാരാളമായി ഓതേണ്ടതുണ്ട്. അവൻ എത്രത്തോളം ഖുർആനുമായി ബന്ധമുണ്ടോ അത്രത്തോളം അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്നതാണ്. അവൻ്റെ സമയത്തിൽ അവൻ്റെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഖുർആൻ ഓതുക. അതിനോളം ബറക്കത്ത് നേടിത്തരുന്ന മറ്റൊരു കാര്യവും തന്നെയില്ല. ഖുർആൻ ഓതുന്നത് മുഖേന എത്രയെത്ര പ്രതിഫലങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസനത്തുൻ, അവനൊരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, അള്ളാഹുവിൻ്റെ പക്കൽ ഒരു നന്മ എന്ന് പറയുന്നത് അത് 10 ഇരട്ടിയായാണ് അതിന് പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരക്ഷരം ഓതുമ്പോൾ അതിന് 10 പ്രതിഫലമാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു പേജ് ഓതുമ്പോൾ ഒരു ജുസ് പാരായണം ചെയ്യുമ്പോൾ എത്രയെത്ര നന്മകളാണ് നമ്മുടെ നന്മയുടെ തുലാസിൽ ഹസനാത്തിന്റെ ഏടുകളിൽ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നതെന്ന് നാം ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ഖിയാമത്ത് നാളിൽ ഖുർആൻ ഓതിയ ആളുകൾക്ക്, ആ ഖുർആനിന്റെ ആളുകൾക്ക് ആ ഖുർആൻ അത് ശുപാർശ ചെയ്യുന്നതാണ്. ഖുർആൻ ഓതിയവർ, ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവർ, അതനുസരിച്ച് അമൽ ചെയ്തവർ, അവർക്ക് ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയും വഅഖാമുസ് സ്വലാത, നമസ്കരിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ ഏർപ്പെട്ടിട്ടുള്ള കച്ചവടം അതൊരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ്. അതുകൊണ്ട് ഖുർആൻ ഓതി എന്നതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനില്ല. കേവലം മിനിറ്റുകൾ കൊണ്ട് നമുക്കൊരു ജുസ് പാരായണം ചെയ്യാം, കേവലം മിനിറ്റുകൾ കൊണ്ട് നമുക്കൊരു പേജ് പാരായണം ചെയ്യാം. നാം എത്രത്തോളം ഖുർആനുമായി അടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ്, നമ്മുടെ സമയത്തിലുള്ള ബറക്കത്ത് ലഭിക്കുകയാണ്. പക്ഷേ അധിക ആളുകളും ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല. റമദാൻ വന്നെത്തിയാൽ മാത്രം ഖുർആനിന്റെ പേജുകൾ തുറക്കുകയും റമദാൻ കഴിയുന്നതോടുകൂടി ആ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിത്തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. അതുകൊണ്ട് ഖുർആൻ പാരായണം അത് നാം അധികരിപ്പിക്കുക. ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം ഒരു ദിവസം ഞാൻ ഇത്ര പാരായണം ചെയ്യുമെന്ന് നാം ഓരോരുത്തരും തീരുമാനമെടുക്കുക. അങ്ങനെ അതിനുവേണ്ടി ഒരു പ്രത്യേക സമയം മാറ്റിവെക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഒരു പരിവർത്തനവും നാം കൊണ്ടുവരേണ്ടതുണ്ട്. ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ശ്രേഷ്ഠതകളാണ് നാം വിശദീകരിച്ചത്.